ഹായ് മക്കളെ, എടാ അപ്പോൾ നമ്മുടെ കെമിസ്ട്രി എക്സാം കഴിഞ്ഞു അല്ലേ? എല്ലാവരും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മുടെ കെമിസ്ട്രി എക്സാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് വിലയിരുത്താൻ പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഭയങ്കരമായിട്ട് ഈസി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഭയങ്കരമായിട്ട് ടഫ് ഒന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് റിയാലിറ്റിയാണ്. ഓക്കെ, അതായത് ഇത്രയും കാലം ചോദിക്കാത്ത, വളരെ റയറായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന, എന്നും ചോദിക്കുന്ന റെഗുലറായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യ ഭാഗം കാണുന്ന ഒരാൾക്ക്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തുടക്കം കാണുന്ന ഒരാൾക്ക് കുറച്ചൊരു നെഗറ്റീവായിട്ട് തോന്നും. കാരണം എന്താ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എനിക്ക് തോന്നിയൊരു എൻ്റെ ഒരു വിലയിരുത്തലാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 1-2 മാർക്കുകളുടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ, അത് കുറച്ചൊരു ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ 3 മാർക്കും 4 മാർക്കും അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് അവിടെയാണ്. 1 മാർക്കും 2 മാർക്കും കുറച്ചൊന്ന്, ചില ക്വസ്റ്റ്യൻസ് ഒന്ന് ടഫാക്കി, എല്ലാ ക്വസ്റ്റ്യൻസും അല്ല, ചില ക്വസ്റ്റ്യൻസ്. പക്ഷേ 3 മാർക്കും 4 മാർക്കും ഒന്നും കൂടി ഈസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയുന്ന ഒരു ആവറേജ്, ഭയങ്കര ഈസി എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ടഫ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് കാണുന്നൊരു കുട്ടിക്ക് കുറച്ചൊരു നെഗറ്റീവ് തോന്നും ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച്. കാരണം എന്താ, കുറച്ച് ടഫായിട്ട് തോന്നാം അങ്ങനെ കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസറുകളൊക്കെ. നമ്മൾ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ്, കുറച്ചല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞത് വന്നിട്ടുണ്ട്. ഇനി അല്ലാത്ത ഒരു വെറൈറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ NCERT തൊടാത്ത ഏരിയകളിൽ നിന്നും വരെ എന്തുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം, കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, റെഡി, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. വിച്ച് അമംഗ് ദി ഫോളോവിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ? റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് എത്തനോളും അസറ്റോണുമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നമ്മൾ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞതാ. ഏതാ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ്? 38% സൾഫ്യൂരിക് ആസിഡിൻ്റെ സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ യൂണിറ്റ് നോക്കുക, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഓർഡറാണ്? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് വരണമെങ്കിൽ ഇത് ഏത് ഓർഡറാണ് വേണ്ടത്? നോക്കുക, നമുക്കൊരു ഇക്വേഷൻ അറിയാം, മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n - 1 സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ? ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇതിൽ എന്നിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു നോക്കുക. എന്നിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ എന്താ വരിക? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. അതുകൊണ്ട് ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആയിരിക്കണം? ഇത് 0 ഓർഡർ റിയാക്ഷനാണ്. 0 ഓർഡർ റിയാക്ഷനാണ്. അത് നമ്മൾ പഠിപ്പിച്ച കാര്യമാണ്, സെയിം. ഓക്കെ, ആ 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മോളിക്കുലാരിറ്റി ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ എലമെൻ്ററി റിയാക്ഷൻ. ശരിയാണ്, എലമെൻ്ററി റിയാക്ഷനിൽ മാത്രമേ മോളിക്കുലാരിറ്റി കണ്ടെത്താൻ പറ്റൂ. ഞാൻ ഓർഡറിൻ്റെയും മോളിക്കുലാരിറ്റിൻ്റെയും ഡിഫറൻസ് പറഞ്ഞിരുന്നു, അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുക. മോളിക്കുലാരിറ്റി ക്യാൻ ബി 0 ഓർ എ നോൺ ഇൻറ്റിജർ. മോളിക്കുലാരിറ്റി 0 വരാൻ പാടുണ്ടോ? അത് പാടില്ലടാ. അപ്പോൾ അസേർഷൻ ട്രൂ ആണ്, റീസൺ ഫാൾസ് ആണ്, ഓപ്ഷൻ സി. ഓക്കെ, ഇനി വിച്ച് അമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? All transition elements are colored. അല്ല, transition elements have partially filled d orbital. ശരിയാണ്. 4 of orbitals are progressively filled in actinoid series. അല്ല, the magnetic behavior of transition elements is due to presence of unpaired d electron. അതായത് ഓപ്ഷൻ ബിയും ഡിയും ശരിയാണ്, അതും സി. ഓപ്ഷൻ ബി, ഡി is correct. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ഇന്നലെ ലൈവിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. Name any 2 colligative property. എന്താ colligative property? The property which depends on number of solute particles. Solute particlesൻ്റെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് colligative property. എക്സാമ്പിൾ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, എല്ലാം colligative പ്രോപ്പർട്ടിയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 0.9% NaCl സൊല്യൂഷൻ ബ്ലഡും ഐസോട്ടോണിക്കാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് സെല്ലിന് നിങ്ങൾ 1.2% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇട്ടാൽ എന്താ സംഭവിക്കുക അറിയോ? ബ്ലഡ് സെല്ല് ഷ്രിങ്ക് ചെയ്യും. എന്താ ഷ്രിങ്ക് ചെയ്യുക പറഞ്ഞാൽ? ചുരുങ്ങും.
കാരണം അതെന്ത് സൊല്യൂഷനായിട്ട് ആക്ട് ചെയ്യുക അറിയോ? ഹൈപ്പർ ടോണിക് സൊല്യൂഷനായിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ 0.4% NaCl സൊല്യൂഷനിൽ ഇടുകയാണെങ്കിൽ ബ്ലഡ് സെല്ല് എന്താ ചെയ്യാന്നറിയോ? ബ്ലഡ് സെല്ല് എന്താ ചെയ്യാന്ന് വെച്ചാൽ സ്വെല്ല് ചെയ്യും, വീർക്കും. കാരണം അത് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനായിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ശരിക്കും നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഒന്ന് കുഴപ്പിച്ചു, ചില കുട്ടികൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ടഫായി ചോദിച്ചത്. 3-4 അല്ല എളുപ്പമായിരുന്നു. എടാ നോക്ക്, ഒരു മെറ്റൽ എക്സിന് Cu2+നെ CuSO4 നിന്നും മാറ്റാൻ പറ്റും. ബട്ട് ഇറ്റ് കനോട്ട് ഡിസ്പ്ലേസ് Zn2+ ഫ്രം ZnSO4. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു മെറ്റൽ ഉണ്ട്, അയാൾക്ക് CuSO4 നിന്ന് കോപ്പർ 2+നെ മാറ്റാൻ പറ്റും. പക്ഷേ ZnSO4 നിന്ന് Zn2+നെ മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് പറ്റാത്തത്? എടാ അങ്ങനെയാണെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി, ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ആർക്കാം? സിങ്ക്, പിന്നെ എക്സിന്, പിന്നെ കോപ്പർ. കാരണം സിങ്കിനെ എക്സിന് മാറ്റാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇയാൾക്ക് ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ, ഇയാൾക്ക് ഏറ്റവും കുറവ്. ഇത് സെൻറ്ററിൽ. ഇത് തിരിച്ചിട്ടാൽ റെഡ്യൂസിങ് പവറിൻ്റെ ഇൻക്രീസിങ് ഓർഡറായി. ഇത് തിരിച്ചിട്ടാൽ റെഡ്യൂസിങ് പവറിൻ്റെ ഇൻക്രീസിങ് ഓർഡർ കോപ്പർ, എക്സ്, Zn. ഓക്കെ, കാരണം എന്താ? റിയാക്ടിവിറ്റിയും റെഡ്യൂസിങ് പവറും നേരെ ഓപ്പോസിറ്റാണ് എന്നുള്ളത് ഓർത്താൽ മതി. ഓക്കെ, യെസ്. ഇത് ഞാൻ ഇന്നലെ ലൈവിൽ ഡയറക്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനാണ്. 0.2 മോളാർ KCl സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ മോളാർ കണ്ടക്ടിവിറ്റി കാണണം, λm കാണണം. അതെങ്ങനെ കാണാം? 1000 കാപ്പ ബൈ മൊളാരിറ്റി. 1000 ഇൻറ്റു കാപ്പ തന്നിട്ടുണ്ട് 0.0248 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി 0.2. ഇത് ചെയ്താൽ λm സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ എക്സ്പ്രഷൻ ഓഫ് ദി റിയാക്ഷൻ ഡിറ്റർമൈൻ ദ ഓർഡർ ആൻഡ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇത് കുറച്ച് പണിയുണ്ട്. എടാ ഇതാണ് റേറ്റ് ഇക്വേഷൻ എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓർഡർ എഴുതാനാണ്. അത് എളുപ്പമാണ്. ഓർഡർ എങ്ങനെ കാണാം? ഇവിടെ 1 ദാറ്റ് ഈസ് ഓർഡർ 2. 1+1 ഓർഡർ 2 ആണ്. ഓർഡർ 2 ആണെങ്കിൽ റേറ്റ് ഇക്വേഷന് കോൺസ്റ്റൻറ്റ് എങ്ങനെയാണ്? മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ്. മോൾ റേസ് ടു 1 - 2 ലിറ്റർ റേസ് ടു 2 - 1 സെക്കൻഡ് ഇൻവേഴ്സ്. കാരണം ഇതിൻ്റെ ഓർഡർ 2 ആണ്. അങ്ങനെയാണെങ്കിൽ മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. ഇതൊക്കെ ഡയറക്റ്റ് ആണ് കേട്ടോ. പക്ഷേ സെക്കൻഡ് ഓർഡർ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ചോദിച്ച്, അതാണ് ആ വ്യത്യാസം. ഓക്കെ, റെഡി. എക്സ്പ്ലെയിൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിത്ത് എക്സാമ്പിൾ. ലൈവിൽ എക്സാക്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. എന്താ? ഒരു റിയാക്ഷൻ്റെ ഓർഡർ കാണുമ്പോൾ വിചാരിക്കും വലിയ ഓർഡർ ആണെന്ന്. ശരിക്കും അത് ചെറിയ ഓർഡർ ആയിരിക്കും. എക്സാമ്പിൾ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. സിമ്പിൾ. എക്സ്പ്ലെയിൻ ദി എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ എ റിയാക്ഷൻ വിത്ത് ഗ്രാഫ് ചോദിച്ചു. കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് എന്താ? കാറ്റലിസ്റ്റ് ആക്ടിവേഷൻ എനർജിയെ കുറച്ചിട്ടാണ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുക. ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞ കാര്യമാണ്. കാറ്റലിസ്റ്റ് ആക്ടിവേഷൻ എനർജിയെ കുറച്ചിട്ടാണ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുക. അതിൻ്റെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ ഇതൊരു ഗ്രാഫാണ്. ഈ ഗ്രാഫ് 2 പാത്ത് ഇങ്ങനെ കാണിച്ചിട്ട് വരക്കുന്നൊരു ഗ്രാഫുണ്ട് ടെക്സ്റ്റിൽ. ഒന്ന് കാറ്റലിസ്റ്റ് ഉള്ളതും, ചെറിയ ഗ്രാഫ് കാറ്റലിസ്റ്റ് ഉള്ള ഗ്രാഫും, വലിയ ഗ്രാഫ് കാറ്റലിസ്റ്റ് ഇല്ലാത്ത ഗ്രാഫും. ഇതാണ് വരക്കേണ്ടത്. ഓക്കെ, യെസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്? എന്താ ഡിഫറൻസ്? ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം ഇൻ്റർവെല്ലിലുള്ള റേറ്റാണ്. ഒരു ടൈം ഗ്യാപ്പിൻ്റെ അടിയിലുള്ള റേറ്റിനാണ് ആവറേജ് റേറ്റ് എന്ന് വിളിക്കുക. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ, ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള റേറ്റാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഓക്കെ, റൈറ്റ് ദ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ കെമിക്കൽ റിയാക്ഷൻ. റൈറ്റ് ദ ടേംസ്. ഏത് ഇക്വേഷനാടാ? അറീനിയസ് ഇക്വേഷനാണ്. അറീനിയസ് ഇക്വേഷനാണ് ആ ഇക്വേഷൻ. അത് ഞാൻ പഠിപ്പിച്ചതാ. എന്താ ഇക്വേഷൻ? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു ((-EA/RT). ഓക്കെ, അതിൻ്റെ ഓരോ ടേമും പറയണം. ആരാക്കെ? റേറ്റ് കോൺസ്റ്റൻറ്റ്, എ അറീനിയസ് പാരാമീറ്റർ, EA ആക്ടിവേഷൻ എനർജി, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ. ഓക്കെ, ഇതാണ് നിങ്ങളെ ഒന്ന് കുഴപ്പിച്ച അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ എന്നുള്ളതാണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ് നമ്മളോട് ഇത്രയും കാലം ചോദിച്ചിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ചോദിക്കണേ. അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടായി തോന്നിയത്. ആദ്യമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ മാത്രം കുറച്ച് പണിയുണ്ട്. ആദ്യമായിട്ടാണ്
ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ ചോദിച്ചത്. എന്താ ആക്റ്റിനോയിഡ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താ? ലാന്തനോയിഡിൻ്റെ സീരീസിൽ ലാന്തനോയിഡുകളുടെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന പരിപാടിയാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അപ്പോൾ നേരെ തിരിച്ചെഴുതുന്നത് ശരിക്കും ആലോചിച്ചാൽ ചിന്തിക്കാവുന്ന ആൻസർ കിട്ടുന്നൊരു ക്വസ്റ്റ്യനാണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലാന്തനോയിഡിൻ്റെ സീരീസിൽ സൈസ് കുറയാം. അപ്പോൾ ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ എന്താ? ആക്റ്റിനോയിഡ് സീരീസിലുള്ള എലമെൻറ്റുകളുടെ സൈസ് ഇങ്ങനെ കുറയുന്നത്. ഇനി ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. എന്തുകൊണ്ടാണെന്നറിയോ? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ടാവുന്നത് 4f ഓർബിറ്റലിൻ്റെ ഷീൽഡിങ് എഫക്റ്റ് പുവർ ആയതുകൊണ്ടാണ്. ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ടാവുന്നത് 5f ഓർബിറ്റലിൻ്റെ ഷീൽഡിങ് എഫക്റ്റ് പുവർ ആയതുകൊണ്ടാണ്. അപ്പോൾ 5f ഓർബിറ്റൽ ഈസ് മോർ പുവർ ഷീൽഡിങ് എഫക്റ്റ്. 4fനേക്കാളും ഷീൽഡിങ് എഫക്റ്റ് ഭയങ്കര പുവറായിട്ടുള്ള ആൾ 5f ആണ്. അതുകൊണ്ടാണ് ആക്റ്റിനോയിഡ് കോൺട്രാക്ഷൻ ലാന്തനോയിഡ് കോൺട്രാക്ഷനിനേക്കാളും കൂടിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഡയറക്റ്റ് ആട്ടോ, ഇതൊക്കെ ഡയറക്റ്റാണ്. അസിയോട്രോപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ബൈനറി മിക്സ്ചറാണ്. ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ. എടാ ഒരു കാര്യം കൂടി, 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒട്ടുമിക്ക ക്വസ്റ്റ്യനും ഞാൻ ലൈവിൽ പറഞ്ഞ എക്സാക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് റിപ്പീറ്റഡായി ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആരും തെറ്റിക്കരുത്. 1, 2 കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും 3, 4 നല്ല എളുപ്പം. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഭയങ്കര ഈസിയും അല്ല ടഫും അല്ല. ഓക്കെ, അസിയോട്രോപ്പ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ബൈനറി മിക്സ്ചറാണ്, ഒരേ കോമ്പോസിഷനാണ് ലിക്വിഡ് വേപ്പർ ഫേസിൽ. പിന്നെ അവർ ബോയിൽ ചെയ്യുക കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ്. 2 ടൈപ്പ് അസിയോട്രോപ്പ്, മിനിമം ബോയിലിങ്ങും മാക്സിമം ബോയിലിങ്ങും എക്സാമ്പിളും ഇന്നലെ പഠിപ്പിച്ചതാണ്. ഇതേ പ്രോബ്ലം ഞാൻ ഇന്നലെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമ്മളെ മാരത്തോണിൽ, സെയിം. അതായത് ബോയിലിംഗ് പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം. ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഡിപ്രഷൻ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു WB/MB ഇൻറ്റു 1000/WA. ഈ ഇക്വേഷനിൽ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ ഞാൻ മാരത്തോണിൽ കാണിക്കുന്നതാണ്. ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് മൊളാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്? മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. 1 കിലോഗ്രാം സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത സൊല്യൂട്ടിൻ്റെ അളവാണ് മൊളാലിറ്റി. എന്താ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ? 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ അളവാണ് മൊളാരിറ്റി. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് പറയാൻ പറ്റുമോ? മൊളാലിറ്റി ആണെങ്കിൽ WB/MB ഇൻറ്റു 1000/WA. മൊളാരിറ്റി ആണെങ്കിൽ WB/MB ഇൻറ്റു 1000/VML. നമ്മൾ പഠിച്ചതാ. പിന്നെ മൊളാരിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, മൊളാലിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യൂല. ഓക്കെ, ഇത് ഞാൻ ഇന്നലെ ലൈവിൽ കാണിച്ചുന്ന എക്സാക്റ്റ് ക്വസ്റ്റ്യൻ ഈ മൊളാരിറ്റിയുടെ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. 2 ആൾക്കാരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് ഇതിൽ ആരെ ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുക? ഒരു റിയാക്ഷൻ ഫീസിബിൾ ആവുകയെന്ന്. ഒരു റിയാക്ഷൻ ഫീസിബിൾ ആവണമെങ്കിൽ അയാളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. ഒരു റിയാക്ഷൻ ഫീസിബിൾ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ ഒറ്റക്ക് നടക്കണം, ഒരു ഫോഴ്സിൻ്റെ ഹെൽപ്പില്ലാതെ. അങ്ങനെ നടക്കണമെങ്കിൽ അയാളുടെ E0 വാല്യൂ പോസിറ്റീവ് ആവണം. അപ്പോൾ ആരാണ് ആൻസർ? ആൻസർ AG ആണ്, സിൽവറ. ബിക്കോസ് അതിൻ്റെ E0 വാല്യൂ പോസിറ്റീവാണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ പഠിപ്പിച്ച ക്വസ്റ്റ്യനാണ്. കണ്ടക്ടിവിറ്റിയും മൊളാർ കണ്ടക്ടിവിറ്റിയും എങ്ങനെ ഡൈല്യൂഷൻ അനുസരിച്ച് മാറും? ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ മൊളാർ കണ്ടക്ടിവിറ്റി കൂടും, വെറും കണ്ടക്ടിവിറ്റി കാപ്പ കുറയും. ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി തന്നിട്ടുള്ള ആൾക്കാരെ പ്രൈമറി സെക്കൻഡറി സെല്ലാക്കണം. നമ്മൾ പറഞ്ഞു ലെഡ് സ്റ്റോറേജ് സെക്കൻഡറി സെല്ലാണ്. ലെഡ് സ്റ്റോറേജ് സെല്ല് സെക്കൻഡറി ആണ്. മെർക്കുറി പ്രൈമറി ആണ്. നിക്കൽ കാഡ്മിയം സെക്കൻഡറി ആണ്. ഡ്രൈ സെല്ല് പ്രൈമറി ആണ്. റൈറ്റ് ദ ആനോഡ് ആൻഡ് കാഥോഡ് ഓഫ് ഡ്രൈ സെല്ല്. ഡ്രൈ സെല്ലിൻ്റെ ആനോഡ് ആരാടാ? സിങ്ക്. കാഥോഡ് ആരാണെന്ന് ചോദിച്ചാൽ ഗ്രാഫൈറ്റ് റോഡ് സറൗണ്ടഡ് ബൈ MnO2. ഓക്കെ, ഹിയറിംഗ് എയ്ഡ്സിൽ യൂസ് ചെയ്യുന്ന, കേൾവി കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെല്ലാണ് മെർക്കുറി സെല്ല്. ഒക്കെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് ഫ്യൂവൽ സെൽ? ഞാൻ പഠിപ്പിച്ചു. എന്താ ഫ്യൂവൽ സെല്ല്? ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. ആ കെമിക്കൽ എനർജി എങ്ങനെ കിട്ടുക? ബൈ ദ കമ്പഷൻ ഓഫ് ഫ്യൂവൽസ്.
H2O2 fuel cell ഓവറോൾ റിയാക്ഷൻ എന്താ 2H2 + O2 gives 2H2O. ഇനി അതിൻ്റെ ഒരു മെറിറ്റ്, ഇഷ്ടംപോലെ മെറിറ്റ് പറഞ്ഞതാണ്. ഒന്ന്, എക്കോ ഫ്രണ്ട്ലി ആണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും, പൊല്യൂഷൻ ഉണ്ടാക്കൂല, വേറെ അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം നിങ്ങൾക്ക് ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഫസ്റ്റ് ഓർഡർ ഇൻ എ ആൻഡ് സെക്കൻഡ് ഓർഡർ ഇൻ ബി, അങ്ങനെയാണെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്താണ്? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A⁻1 ഇൻറ്റു B⁻2. കാരണം ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ആണ്, സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. ഹൗ ഈസ് ദ റേറ്റ് എഫക്റ്റഡ് ഓൺ ഇൻക്രീസിങ് ഓഫ് കോൺസെൻട്രേഷൻ ബി 3 times? ബിയുടെ കോൺസെൻട്രേഷൻ 3 മടങ്ങ് കൂട്ടിയാൽ 3B എന്നായില്ലേ? 3B എന്ന് പറഞ്ഞാൽ ഇവിടെ 3² 9 എന്ന് പറഞ്ഞൊരു ടേം വരും. അങ്ങനെയാണെങ്കിൽ 9 times റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ഇനി എയും ബിയും ഡബിൾ ആക്കുകയാണെങ്കിൽ ഇവിടെ എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ K ഇൻറ്റു 2A എന്നാക്കും, B 2B എന്നാക്കും. അപ്പോൾ ഇവിടെ 2² 4, അപ്പോൾ 2A ഇൻറ്റു 4 ഇൻറ്റു B². അതായത് 2 ഇൻറ്റു 4 എത്ര മടങ്ങ് കൂടടാ റേറ്റിൻ്റെ റിയാക്ഷൻ? റേറ്റ് 8 മടങ്ങ് കൂടും. അപ്പോൾ ഇവിടെ 9 മടങ്ങ് കൂടും, ഇവിടെ 8 മടങ്ങ് കൂടും. ഹാഫ് ലൈഫ് ഡയറക്റ്റ് പഠിപ്പിച്ചു. എന്താ ഹാഫ് ലൈഫ്? ഒരു റിയാക്ഷൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന ടൈമാണ് ഹാഫ് ലൈഫ്. ഇതേ ക്വസ്റ്റ്യൻ ഇന്നലെ ഞാൻ കാണിച്ചതാണ്. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എങ്ങനെ കാണുക? T½ ഈസ് ഈക്വൽ ടു 0.693/K. ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി റീസൺ, ട്രാൻസിഷൻ മെറ്റൽസ് കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. എന്തുകൊണ്ട്? DD ട്രാൻസിഷൻ അല്ലേ? ഞാൻ പഠിപ്പിച്ച ക്വസ്റ്റ്യനാണ് DD ട്രാൻസിഷൻ. ഇനി ഇത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് ആർ ഹൈ. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഒന്നെങ്കിൽ നമുക്കതിൽ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടായത് കൊണ്ടാണെന്ന് പറയാം, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടൊന്നും പറയാം. സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടെന്ന് പറയാം. ഇനി എന്തുകൊണ്ടാണ് ഇവർ ഗുഡ് കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞു, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും ലാർജ് സർഫസ് ഏരിയയും ഓൾറെഡി നമ്മൾ ഇന്നലെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളാണ്. ഓക്കെ, ഇനി പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഫ്രം ക്രോമൈറ്റ് ഓറിൽ നിന്നും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചു. നമ്മൾ 3 സ്റ്റെപ്പ് എപ്പോഴും പറയുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 3D എലമെൻറ്റ് അത് ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്ത ആൾ സിങ്ക് ഒരു സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റാണ്, ട്രാൻസിഷൻ എലമെൻ്റ് അല്ല. നെയിം ദ 3D ട്രാൻസിഷൻ എലമെൻറ്റ് വിച്ച് ഡസ് നോട്ട് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേരിയബിളായ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത ആൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, സ്കാൻഡിയം 3+ മാത്രമേ കാണിക്കൂ, സ്കാൻഡിയം 3+ മാത്രമേ കാണിക്കൂ. ഇപ്പോൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ടോ? ഇല്ല. ഇനി സിങ്കും വേണമെങ്കിൽ പറയാട്ടോ, സിങ്ക് +2 മാത്രമല്ലേ കാണിക്കുള്ളൂ. പക്ഷേ ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് പറഞ്ഞിരിക്കണേ, അപ്പോൾ സിങ്ക് ചെയ്തരുത്. സ്യൂഡോ ട്രാൻസിഷൻ എന്ന് പറയുമ്പോഴാണ് അത് എഴുതേണ്ടത്. ഓക്കെ, 3D സീരീസിൽ ലാർജസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന ആൾ മാംഗനീസ് ആണ്, +7 വരെ കാണിക്കാറുണ്ട്. ഓക്കെ, അത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ സിമ്പിളാണ്. എന്താണ് ഓസ്മോസിസും റിവേഴ്സ് ഓസ്മോസിസും, ആപ്ലിക്കേഷൻ ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ. ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ. ഈ റിയാക്ഷനിൽ ആനോഡും കാഥോഡ് റിയാക്ഷൻ എഴുതണം. എങ്ങനെ എഴുതണം? ആനോഡ് റിയാക്ഷൻ Mg എന്ന് പറയുന്ന ആൾ Mg2+ ആയി, 2 ഇലക്ട്രോണെ കൊടുത്തിട്ട് 2 Ag പ്ലസ് 2 ഇലക്ട്രോണെ വാങ്ങിയിട്ട് 2 Ag ആയി. ഇതിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതാം? E cell ഈസ് ഈക്വൽ ടു E0 cell മൈനസ് 0.0591/2 ലോഗ് സോളിഡിൻ്റെ കോൺസെൻട്രേഷൻ വേണ്ട, ബാക്കിയൊക്കെ എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് Mg2+ ബൈ കോൺസെൻട്രേഷൻ ഓഫ് Ag+2. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇത് നിങ്ങൾക്കറിയാം കോൾഡ് റാഷസ് ലോ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡയറക്റ്റായിട്ട് പറഞ്ഞതാണ്. എന്താ? ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടെത്തണമെങ്കിൽ ആനയോണും കാറ്റയോണും തമ്മിൽ കൂട്ടണം. ഇതിലേതെങ്കിലും ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കോൾഡ് റാഷസ് ലോ കാണാനുള്ള ആപ്ലിക്കേഷൻ അത് നിങ്ങൾക്ക് ആരത് കാണിച്ചാൽ മതി അറിയോ? അസറ്റിക് ആസിഡിൻ്റെത് കാണിച്ചാൽ മതി. നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്തിരുന്നു. λm0 ഓഫ് അസറ്റിക് ആസിഡ് വെച്ച് വേണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മളെ പറ്റിച്ചു. ഇത്രയും കാലം ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ മാത്രമാണ് ചോദിച്ചിരുന്നത്. പക്ഷേ ഇവിടെ 0 ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു. നമ്മൾക്കറിയാം, ബാച്ച് സ്റ്റുഡൻസിനൊക്കെ അറിയാം, ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് എടുത്തതാണ്. പക്ഷേ
ഇത് സാധാരണഗതിയിൽ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറില്ല. ഡെറിവേഷൻ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ സാധാരണഗതിയിൽ ബാച്ച് സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ സാധാരണഗതിയിൽ ഡെറിവേഷൻ ചോദിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഡെറിവേഷൻ ചോദിച്ചു. ആ ഇക്വേഷൻ എന്തായിരുന്നു അത് മാത്രം ഞാനൊന്ന് പറയാം. K = R0 - R/T. ഇതിലോട്ട് എത്തിക്കണം. ഓക്കെ, ഗ്രാഫ് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു, സീറോ ഓർഡറിൻ്റെ ഗ്രാഫ്, അതെല്ലാവർക്കും അറിയാൻ വരക്കാൻ. എക്സാമ്പിൾ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ഏതെങ്കിലും ഇഷ്ടംപോലെ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ അത് ഇഷ്ടംപോലെ ഉണ്ട്. ഏതും എഴുതട്ടോ ഇനി ആൻസർ. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കെമിസ്ട്രി എക്സാം. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നിങ്ങൾക്ക് എപ്പോഴും ഈസി ആയിട്ട് വരുന്നത്, അതായത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും നമ്മൾ ലൈവിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ 3 മാർക്കിലും 4 മാർക്കിലും വന്നിട്ടുണ്ട്. പക്ഷേ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫായി. അതുകൊണ്ടാണ് പറയുന്നത് ഒരു മിഡിൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമുക്ക് ഇനി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് പ്രതീക്ഷിക്കേണ്ടത് മക്കൾ. അപ്പോൾ ആ രീതിയിൽ തന്നെ നല്ല പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാം. ഇനി ഏതെങ്കിലും മക്കൾക്ക് തീരെ എഴുതാൻ പറ്റിയിട്ടില്ല, സാർ എനിക്ക് പറ്റിയില്ല, ടെൻഷനായി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് പതറും എല്ലാവരും, അങ്ങനെ പതറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ടടാ. അടുത്ത എക്സാമിനും വരാണ്ട്, ഇതൊരു ക്വാർട്ടറിലേ കഴിഞ്ഞിട്ടുള്ളൂ, ഓണം എക്സാമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ പഠിച്ച കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ തിരുത്തി നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു എക്സാം വെച്ചിട്ട് നിങ്ങൾ ഇനി ബാക്കി അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ പറയാണ് വീണ്ടും, ഇത് കുറേ കുട്ടികൾക്ക് എളുപ്പമുണ്ടാവും, മീഡിയ ഉള്ള ആൾക്കാരുണ്ടാവും, ടഫ് ഉള്ളവരുണ്ടാവും ചില ആൾക്കാർ. അപ്പോൾ മീഡിയ ആണ് എനിക്ക് തോന്നുന്നൊരു 90% കുട്ടികളും പറയാൻ പോകുന്നൊരു മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ എന്നാവും. ഓക്കെ, കുറച്ച് കുട്ടികൾ ഈസി എന്ന് പറയും, കുറച്ച് ആൾക്കാർ ടഫ് എന്നും പറയും. ഇപ്പം മീഡിയ ആണ്, വലിയ മോശമൊന്നും ക്വസ്റ്റ്യൻ പേപ്പറൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കുന്ന ഒരാൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്ക് വാങ്ങാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില ക്വസ്റ്റ്യൻസ് ഇത്രയും കാലം ചോദിച്ചിട്ടുണ്ട്. പ്രാക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഞാൻ പറഞ്ഞു, അതേപോലെ ഡെറിവേഷൻ ഓഫ് സീറോ ഓർഡർ അത് ചോദിച്ച് കണ്ടിട്ടില്ല, അതിൻ്റെ ഇക്വേഷനെ ചോദിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക മക്കളെ. ഓക്കെ, അപ്പോൾ എല്ലാവരും അടുത്ത എക്സാം ഉഷാറായിട്ട് എഴുതുക. ഇതിൽ മാർക്ക് കിട്ടിയവർ ഉഷാറാവട്ടെ. ഇനി അല്ലാത്തവരാണെങ്കിൽ അടുത്ത എക്സാമിന് എന്ത് ചെയ്യുക, സെറ്റാക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ ശരി. ഓക്കെ, താങ്ക് യു.